ഹലോ, ഞങ്ങളിപ്പോൾ ബ്രിസ്ബൻ സിറ്റിയിലാണുള്ളത്. നമ്മളിവിടെ ഒരു നൈറ്റ് സ്റ്റേക്ക് വന്നതാണ്, ഒരു ഗസ്റ്റ് ഹൗസിൽ. പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു സ്റ്റേ ചെയ്യാന്നുള്ളത്. അപ്പോൾ വന്ന് നോക്കി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. വളരെ നീറ്റ്ലി പ്രസൻറ്റഡ് ആയിട്ടുള്ളൊരു എൻവയോൺമെൻ്റ് ആയിരുന്നു ഉള്ളിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെയും കൂടെ കാണിച്ചു തരാമെന്ന്. ബ്രിസ്ബൻ സിറ്റിയിൽ എല്ലാ സൗകര്യങ്ങളും അടുത്തുള്ളൊരു സ്ഥലമാണ്. പ്രോപ്പർ സിറ്റിയുടെ അടുത്തായിട്ട് തന്നെയാണ്. ഞങ്ങൾക്ക് 1 നൈറ്റ് സ്റ്റേക്ക് ഞങ്ങൾക്ക് $200 കിട്ടിയത്. ഞങ്ങളും കുറ്റം പറഞ്ഞില്ല. ഏറ്റവും കുറവ് ചീപ്പായിട്ട് കിട്ടിയൊരു അക്കോമഡേഷനാണ്. ബാക്കിയെല്ലാം 300 എബോവ് ആണ് അക്കോമഡേഷൻ റേറ്റ്സ്. പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞു വീട്, ആ കുഞ്ഞു വീടിൻ്റെ ഉള്ളിൽ എല്ലാ സൗകര്യവും ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് കണ്ടിട്ട് വരാം എങ്ങനെയുണ്ടെന്ന്. ഓക്കെ. കയറി വരുമ്പോൾ തന്നെ ഇടതുവശത്തായിട്ട് ഒരു മിററും ഒരു ടേബിളും ഒരു ചെയറും ഉണ്ട്. ടേബിളാണെങ്കിൽ വൈറ്റ് കളറും കസേരയാണെങ്കിൽ യെല്ലോ കളറും ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ഫ്ലവർ വേസ് അവിടെ ഇരിപ്പുണ്ട്. ചെറിയ ഒരു ലിവിങ് റൂമാണ്. ഈ ലിവിങ് റൂം, ഡൈനിങ്, പിന്നെ അതിനോട് അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു ബെഡ്റൂം പോലെ തോന്നിക്കുന്ന ഒരു ചെറിയൊരു സ്പേസ് ഉണ്ട്. അത് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ചെറിയൊരു സ്പേസ് ആണെങ്കിലും അവിടെ കുറേ കുഞ്ഞു കുഞ്ഞു എലമെൻറ്റ്സ് കൊണ്ടുവന്നിട്ട് ആ ചെറിയൊരു ഭാഗം നല്ല ബ്യൂട്ടിഫുൾ ആക്കിയിരിക്കുകയാണ് അവർ ചെയ്തിട്ടുള്ളത്. ഒരു കുട്ടി സോഫയും 2 പേർക്ക് ഇരിക്കാൻ പറ്റിയൊരു കുട്ടി സോഫ, അതിൻ്റെ ഭംഗി കൂട്ടാൻ വേണ്ടി എൻ്റെ മുകളിൽ ഒരു ഷീറ്റും ഒരു 2 യെല്ലോ കളറിലെ കുഷ്യനും കൊടുത്തിരിക്കുന്നു. അതിൻ്റെ അപ്പുറത്തായിട്ട് ഒരു സെപ്പറേഷൻ തോന്നിക്കാൻ വേണ്ടിയിട്ട് അവരവിടെ ഒരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് പ്ലാസ്റ്റിക് ഹാങ്ങിങ് പ്ലാന്റ് പോലെ വെച്ച് അവിടുത്തെ ബ്യൂട്ടി എൻഹാൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെ എംപ്റ്റിനെസ് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാൻഡിൻ്റെ ബാക്കിലുള്ള സ്പേസിൽ ഒരു റൗണ്ട് ടേബിളും അതിൻ്റെ മുകളിൽ ഒരു ഗ്രീൻ വൈറ്റ് കോംബോയിലുള്ള ഒരു ഫ്ലവർ വേസും കൊടുത്തിരിക്കുന്നു. ഞങ്ങൾക്ക് പിന്നെ നെഗറ്റീവായിട്ട് തോന്നിയത് ഒരു കാര്യം മാത്രം, സ്മാർട്ട് TV ആയിരുന്നില്ല. അതുകൊണ്ട് വൈഫൈ കണക്ഷൻ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കുട്ടികൾക്ക് TV കാണാതെ കുറച്ചൊരു അസൗകര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ അതിലുള്ള ബാക്കിയുള്ള സാധാരണ ചാനൽസൊക്കെ ഇരുന്ന് കുറച്ച് നേരം കണ്ടു കേട്ടോ. പിന്നെയുള്ളത് ഡൈനിങ് സ്പേസ്. അത് കിച്ചനോട് ചേർന്ന് ഒരു ചെറിയൊരു ഏരിയയിൽ അവർ ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ്. അവിടെ നമുക്ക് 4 പേർക്ക് കഷ്ടിച്ചിരിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു കുഞ്ഞ് ടേബിളും ചെയറും ഉണ്ടായിരുന്നു. അതിൻ്റെ നടുക്ക് അവർ കുറച്ച് പെപ്പർ, സോൾട്ട്, പിന്നെ ഒരു ഡെക്കറിന് വേണ്ടി ഒരു ചെറിയൊരു ഫ്ലവർ വേസ്, പിന്നെ ഒരു കോംപ്ലിമെൻ്ററി 2 ചോക്ലേറ്റ്സും ഉണ്ടായിരുന്നു. നെക്സ്റ്റ് ഉള്ളത് ബെഡ്റൂമാണ്. വളരെ നീറ്റ്ലി പ്രസൻറ്റഡ് ആയിട്ടുള്ള ഒരു ചെറിയൊരു ബെഡ്റൂം. ബ്രാൻഡ് ന്യൂ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല അതിൽ ഉപയോഗിച്ചിരിക്കണേ. Airbnb ആണ്. പക്ഷേ വളരെ നീറ്റ്ലി ആയിട്ട് നമുക്ക് ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ കിടന്ന് അങ്ങോട്ട് ഉറങ്ങാൻ തോന്നും. അത്രയും ക്യൂട്ടായിട്ടുള്ളൊരു ബെഡ്റൂമായിരുന്നു. പിന്നെയുള്ളത് ചെറിയൊരു കിച്ചൺ. ആ കിച്ചൺ ചെറുതാണെങ്കിലും എല്ലാവിധ സൗകര്യങ്ങളും അവർ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. കിച്ചണിൻ്റെ ഒരു സൈഡിൽ Airbnb സൂപ്പർ ഹോസ്റ്റ് എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞത്, സൂപ്പർ ഹോസ്റ്റ് എന്ന് പറയുന്നത് Airbnb തന്നെ കൊടുക്കുന്ന ഒരു ക്രെഡിറ്റാണ് അവർക്ക്. അത്രയും നല്ല ഹോസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ എപ്പോഴും അവർക്ക് ഗസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ടാണ് അങ്ങനെയൊരു പദവി Airbnb അവർക്ക് കൊടുക്കുന്നതെന്ന്. എല്ലാവിധ ഐറ്റംസും അവിടെ ഉണ്ടായിരുന്നേ. നമുക്ക് കിച്ചണിൽ പാലൊഴുകി ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ്, കംപ്ലീറ്റ് ക്രോക്കറി ഐറ്റംസ്, അതേ ലോണ്ട്രി പൗഡർ വരെയും ആ കിച്ചണിലുണ്ടായിരുന്നു ഞങ്ങൾക്ക്. പിന്നെ ഷുഗർ, സോൾട്ട്, പെപ്പർ, ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ്, ഈ ന്യൂട്രിഗ്രെയിൻ, വീറ്റാബിക്സ്, റൈസ്, പാസ്ത, പിന്നെ അത് കുക്ക് ചെയ്യാനുള്ള ഐറ്റംസ്, എല്ലാവിധ സാധനങ്ങളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിറ്റേ ദിവസം ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് പുറത്തു പോയി കഴിക്കേണ്ട ഒരു കാര്യം ഉണ്ടായില്ല എന്ന് വേണം പറയാനായിട്ട്. ഒരു ഓംലേറ്റും ന്യൂട്രിഗ്രെയിനും വീറ്റാബിക്സും വെച്ചിട്ട് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് അന്നത്തേക്ക് കഴിച്ചു എന്നുള്ളതാണ് വാസ്തവം. പിന്നെ ഫ്രിഡ്ജിൽ വേറെ സെപ്പറേറ്റ് കാര്യം, അതായത് സ്പെഷ്യലായിട്ടുള്ള ഒരു ഐറ്റംസ് ഒന്നും ഉണ്ടായിരുന്നില്ല. നോക്കിക്കഴിഞ്ഞപ്പോൾ ഫ്രീസറിൽ ബ്രെഡ് ഇരിപ്പുണ്ടായിരുന്നു. പിന്നെയുള്ളത് ടോയ്ലറ്റ്. ചെറിയൊരു ടോയ്ലറ്റാണ്, പക്ഷേ അതിൽ എല്ലാ ഐറ്റംസും ഇൻക്ലൂഡഡ് ആയിരുന്നു ആ ടോയ്ലറ്റിൽ. ഒരു സാധനം ഒഴിച്ച് ഒരു കുഞ്ഞ് പേസ്റ്റിൻ്റെ കുറവുണ്ടായിരുന്നു. ബാക്കി എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു.
പേസ്റ്റൊക്കെ നമ്മൾ എന്തായാലും ഒരു സ്ഥലത്ത് കൊണ്ടുപോകേണ്ടതാണ്. അതൊക്കെ നമ്മൾ ഹോസ്റ്റിൻ്റെ അടുത്ത് എക്സ്പെക്റ്റ് ചെയ്യരുത്. പിറ്റേ ദിവസം 10 മണിക്കായിരുന്നു നമുക്ക് ചെക്ക് ഔട്ട് ടൈം. ഞങ്ങൾ 10:04 കഴിഞ്ഞപ്പോഴാണ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ധൃതി പിടിച്ച് ഓടി പിടിച്ച് റെഡിയായി വീട്ടിൽ നിന്ന് ഇറങ്ങി വീടിനോട് ബൈ പറഞ്ഞു ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് സ്ഥലം വിട്ടു.